വെഡിംഗ് സെന്റർ, VTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. നിങ്ങളുറങ്ങും കൂരകളൊന്ന്, അമ്പിളിമാമന്റെ അരികത്തല്ല, ആരിത് പറയുവതറിയില്ലേ, കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വന്ന കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ആകെ തകർക്കാമെന്നുള്ള ധാർഷ്ട്യത്തോടുകൂടി മുഖ്യമന്ത്രി VD സതീശൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ പോവുകയും അങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ വീട്ടിലും അതുപോലെ മോഡിയുടെ വീട്ടിലുമൊക്കെ പോയി കേരളത്തിലെ CPM-നെ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പിണറായി വിജയനെ പിടിക്കലാണ് എന്ന ഉപദേശം നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തീർത്തും അവിചാരിതമായ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള ED പിണറായി വിജയൻ്റെ കണ്ണൂരിലും തിരുവനന്തപുരത്തുമുള്ള വീട്ടിലും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ മരുമകനായിട്ടുള്ള റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലും റെയ്ഡ് നടത്തുന്നതിന് വേണ്ടി കടന്നു വന്നു. സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായാൽ അല്ലെങ്കിൽ പരാതികൾ വന്നാൽ അത് അന്വേഷിക്കുന്നതിന് അതിൻ്റെ നിയമപരമായ നടപടികൾ നേരിടുന്നതിന് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ CPIM-നോ അതിൻ്റെ നേതാക്കൾക്കോ യാതൊരു പ്രയാസവും. പക്ഷേ ഇപ്പോഴത്തെ ED-യുടെ പരിശോധന എന്ന് പറയുന്നത് ഒരു സതുദ്ദേശപരമല്ല എന്നുള്ളത് ഈ രാജ്യത്തെമ്പാടുമുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. സതീശന്റെ അധികാരത്തിലേക്കുള്ള വരവ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ BJP-യുമായി ഉണ്ടാക്കിയ ഒരു ഡീലിന്റെ ഭാഗമാണ്. നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ ഒരു ഡീലിന്റെ ഭാഗമാണ് സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറുന്നത്, UDF-ന് കേരളത്തിൽ അധികാരം കിട്ടുന്നത്. കേരളത്തിലെ CPM-നെ തകർക്കുമെന്നുള്ള നേരത്തെ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയിട്ടുള്ള അമിത്ഷായുടെ പ്രഖ്യാപനത്തിന് കരുത്ത് പകരുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന സതീശൻ അതിനുള്ള കരാറിൽ ഒപ്പിട്ടുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.